വിശാലമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നമ്മുടെ ഭാരതദേശം സ്വതന്ത്രയായിട്ട് അനേകം വർഷങ്ങളായില്ലേ. 80ാമത്തെ ആ ഒരു സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന്. 79 വർഷമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം, നമ്മുടെ ഭാരതദേശം സർവതന്ത്ര സ്വതന്ത്രയാണ് എന്നാണല്ലേ പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവരോടും പറയുന്നു. ഒപ്പം നമുക്ക് നമ്മുടെ ഭാരതദേശത്തിനെ കുറിച്ച് കുറച്ച് കഥകൾ പറയാമല്ലേ. ഇന്ന് ഭാരതദേശത്തിനെ കുറിച്ചും കഥകൾ പറയണമല്ലോ. എപ്പോഴും നമ്മൾ പുരാണ കഥകൾ ഉൾക്കൊള്ളിക്കുമ്പോൾ എപ്പോഴും പുരാണവും അതുപോലെ തന്നെ ദേശഭക്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇനി വരും തലമുറയോട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ ഭാരതദേശത്തിന് ഭാരതം എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്നറിയോ? ഭരത മഹാരാജാവ് ഭരിച്ചിരുന്ന ദേശമായതുകൊണ്ടാണ് ഭാരതദേശം എന്ന പേര് വന്നത്. അജനാഭം എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ ഈ ഭാരതദേശം പിന്നീട് ഭരത മഹാരാജാവ് ഭരിക്കുകയുണ്ടായി. ആരാണ് ഭരത മഹാരാജാവ്? അദ്ദേഹത്തിനെ കുറിച്ച് അറിയണ്ടേ? നാഭി മഹാരാജാവിനും മേരുദേവിക്കും കൂടി ജനിച്ച പുത്രനാണ് ഋഷഭദേവൻ എന്ന സാക്ഷാൽ ഭഗവാന്റെ അംശാവതാരം. നാഭി രാജാവിന് പുത്രന്മാരില്ലാതെ അദ്ദേഹം യാഗങ്ങൾ ചെയ്തും ഒക്കെ ഈശ്വരപ്രസാദത്തിനായിട്ട് കാത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് സാക്ഷാൽ ഈശ്വരൻ അദ്ദേഹത്തിനെ പോലെ തന്നെ ഉള്ള മകനെ നൽകിയാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഋഷഭരാജാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഭൂമി വളരെയധികം സമ്പുഷ്ടിയുള്ളതായിരുന്നു എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങളെല്ലാം വളരെ നല്ലതായിരുന്നു എന്നും പറയാറുണ്ട്. അദ്ദേഹത്തിന് 100 പുത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു ഭരതൻ എന്നറിയപ്പെട്ടിരുന്ന ഭരത മഹാരാജാവ്. ഋഷഭയോഗീശ്വരൻ തൻ്റെ രാജ്യം മൂത്ത മകനായ ഭരതനെ ഏൽപ്പിച്ച് മറ്റെല്ലാ മക്കളോടും കൂടി ഭരതനെ നിങ്ങളെല്ലാവരും ചേർന്ന് ഭരണപരമായ കാര്യങ്ങളിലെല്ലാം സഹായിച്ച് ജ്യേഷ്ഠ സഹോദരനോടൊപ്പം എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശത്ത് നിന്ന് സന്യാസത്തിലേക്ക് പോവുകയും പിന്നീട് യോഗാഗ്നിയിൽ അദ്ദേഹം സ്വന്തം ശരീരം ദഹിപ്പിച്ച് അങ്ങേ ലോകത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥ. ഇനി ഭരത മഹാരാജാവിൻ്റെ കഥയോ? അദ്ദേഹം അനേക വർഷക്കാലം വളരെ നീതിപൂർവം വളരെ നല്ല മികച്ച രീതിയിൽ രാജ്യം ഭരിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോട് എല്ലാവരോടും തുല്യനീതി പുലർത്തുകയും എല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം പിന്നീട് സന്യാസത്തിലേക്ക് തിരികെയാണ്. തൻ്റെ പിതാവ് എന്തൊക്കെയാണോ തനിക്ക് പറഞ്ഞു തന്നത് അതേപോലെ തന്നെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം പിന്നീട് സന്യാസം സ്വീകരിക്കും. നോക്കൂ, ഒരു രാജാവ് ഈ ദേശം ഭരിച്ചു എന്നതിൻ്റെ പേരിൽ എത്രയോ യുഗങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഈ ഒരു നാട് അറിയപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ മികവ് എത്ര വലിയതായിരിക്കും അല്ലേ. എന്തായാലും അന്നും ഇന്നും നമ്മളുടെ ഭാരതദേശം അത് എല്ലാം കൊണ്ടും സമ്പുഷ്ടമാണ്. എല്ലാം കൊണ്ടും എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭാരതദേശത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഇല്ലാത്ത ഒരു കാലാവസ്ഥ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു നാട്ടിൽ ഇപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തിന് യുണീക്കായിട്ട് ഒരു തരത്തിലുള്ള കാലാവസ്ഥ ഉണ്ടായിരിക്കും, ഒരു തരത്തിലുള്ള വേഷവിധാനങ്ങൾ ഉണ്ടായിരിക്കും, ഒരു തരത്തിലുള്ള ഭാഷാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ഇല്ലേ. എന്നാൽ നമ്മുടെ ഭാരതദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കുന്നുണ്ട്, മലകളുണ്ട്, പുഴകളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത, ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഇവിടെ തന്നെ മരുഭൂമിയുണ്ട്, ഇവിടെ തന്നെ വനപ്രദേശമുണ്ട്, ഇവിടെ തന്നെ കുന്നുകളുണ്ട്, ഇവിടെ തന്നെ പുഴകളുണ്ട്, ഇവിടെ തന്നെ തീരദേശങ്ങളുണ്ട്. അങ്ങനെ എന്തിൻ്റെയും എക്സ്ട്രീം എൻഡുകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇവിടെ മഞ്ഞ് വീഴുന്ന കാലാവസ്ഥയുണ്ട് ഇല്ലേ. ഇവിടെ തന്നെ മരുഭൂമിയുടെ കാലാവസ്ഥയുമുണ്ട്. ഇവിടെ തന്നെ സാധാരണ മിതത്വം പാലിക്കുന്ന കാലാവസ്ഥയുമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായി പ്രകൃതിദേവി കനിഞ്ഞനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ദേവഭൂമിയാണ് നമ്മുടെ ഭാരതദേശം എന്ന് പറയുന്നത്. ഇതിന് അനേകം പ്രത്യേകതകളുണ്ട്. നമ്മളൊന്ന് ജോഗ്രഫിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭാരതം എത്ര വലിയതാണ്, എത്ര മഹത്തരമാണ് എന്നുള്ളത് അല്ലേ.
ഇതൊക്കെ ഭൗതികമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇനി മഹാത്മാക്കളെല്ലാവരും ഈ ഭാരതദേശത്തെ പല രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ പൂന്താനത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാട്ടോ. യുഗം നാലിലോ നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനം എണ്ണിയെ മറ്റേതുമില്ലേ യജ്ഞമറിഞ്ഞാലും. അതായത് ഭഗവാന്റെ നാമം കൃഷ്ണ, രാമ, ഗോവിന്ദ, മുകുന്ദ, നാരായണ, അങ്ങനെ ഏതെങ്കിലും നാമം മാത്രം മതി നമുക്ക് എന്തിന്? സുഖമായിട്ട് മുക്തി വരുത്താനായിട്ട്. അതേത് കാലഘട്ടത്തിൽ? ഈ കലികാലത്തിൽ. അത് ചിന്തിച്ച് മറ്റുള്ള ലോകങ്ങൾ 13ലുള്ള ജനങ്ങൾ, 14 ലോകങ്ങൾ എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ, അതിൽ 13 ലോകത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റു ദ്വീപുകൾ 6ലുമുള്ളവർ, 7 ദ്വീപുകളിലുള്ളതിൽ 6 ദ്വീപിലുള്ള ആളുകളും അതുപോലെ മറ്റ് ഖണ്ഡങ്ങളിൽ 8ലുമുള്ളവരും മറ്റ് 3 യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലാത്തതിനാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിദാതരം കൈവണങ്ങുന്നു എന്നാണ് പറയുന്നത്. ഈ കലികാലത്തിലെ ഭാരതദേശത്തിനെയാണ് അവരെ കൈവണങ്ങുന്നത്. എന്തുകൊണ്ടാണ്? കലികാലത്തിലെ ഭാരതദേശത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം മുക്തി നേടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധ്യമാവുന്നതാണ് എന്നാണ് പറയാറുള്ളത്. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്നാണ് ബാക്കിയുള്ള ആളുകളെല്ലാം പറയുന്നത് എന്നാണ്. ഭാരതഖണ്ഡത്തിൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഭാരതദേശത്തിൽ ഈ കലികാലത്തിൽ ഇവിടെ ജനിക്കാൻ ഭാഗ്യം ചെയ്ത നമ്മളെല്ലാവരും മുക്തി എളുപ്പത്തിൽ നേടാൻ സാധിക്കുന്നവരായിട്ടും എന്തേ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് എന്നാണ് അദ്ദേഹം ജ്ഞാനപ്പാനയിൽ ചോദിക്കുന്നത്. എളുപ്പമാണ്, നിങ്ങൾ നാമം ജപിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് എല്ലാവർക്കും മുക്തി നേടാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുറച്ചു നേരം നാമം ജപിക്കാം അല്ലേ. നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നോക്കൂ, ജ്ഞാനപ്പാനയെ പോലുള്ള ഒരു കവിതാ സമാഹാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ജ്ഞാനിയായിരുന്നു പൂന്താനം എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് ജോഗ്രഫിക്കലിയൊക്കെ നന്നായിട്ട് അറിയായിരുന്നു ഭൂമിയെക്കുറിച്ച്. അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ അറിവിനെ ഭക്തിയോട് ചേർത്ത് വെച്ചത് എന്നും ഈ ഒരു കവിതാ സമാഹാരം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉണ്ണികൃഷ്ണനോട് എത്ര കണ്ട് സ്നേഹമുണ്ട്, എത്ര കണ്ട് ബഹുമാനമുണ്ട്, എത്ര കണ്ട് ആദരവുണ്ട്, അത്രത്തോളം തന്നെ നമുക്ക് നമ്മുടെ ദേശത്തിനോടും നമ്മുടെ ഭാരതദേശത്തിനോടും സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം വേണം. നമ്മൾ ഭാരതീയരാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അഭിമാനം കൊണ്ട് നിറയെന്നെ വേണം എന്നാണ് പറയാറുള്ളത്. ഒരു സ്വാതന്ത്ര്യ എന്താ പറയുക, സമരസേനാനികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. അതായത് വിദേശത്തുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് എൻ്റെ ദേശം എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുമ്പോൾ, നിങ്ങൾക്ക് ദേശമുണ്ടോ? ഒരു ദേശം എന്ന് പറയുമ്പോൾ ആ ദേശത്തിനൊരു ഭാഷ ഉണ്ടാവണ്ടേ, ആ ദേശത്തിനൊരു ഡ്രസ് കോഡ് ഉണ്ടാവണ്ടേ, ആ ദേശത്തിനൊരു എന്താ പറയുക, ഒരു ഒത്തൊരുമ വേണ്ടേ? ഇതൊന്നുമില്ലാതെ നിങ്ങൾ ദേശം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അഭിമാനപൂർവ്വം പറയാമല്ലേ, നമ്മുടെ ദേശത്തെല്ലാം ഉണ്ട്. നമ്മുടെ ദേശത്തില്ലാത്തതൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റില്ല. ഇത് പണ്ട് ഭഗവാന്റെ ലീലകൾ ഓരോന്നും എടുത്തു നോക്കിയാൽ ശ്രീ ഗുരുവായൂരപ്പൻ വൃന്ദാവനത്തിൽ അനുഷ്ഠിക്കാത്ത ഒരു ലീലയും പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ആ 125 സംവത്സരങ്ങളിലും അനുഷ്ഠിച്ചിട്ടേയില്ല. അതേമാതിരിയാണ് ഈ ഭാരതദേശത്തിൽ ഇല്ലാത്തതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ സാധിക്കില്ല.
അതാണ് ഞങ്ങൾ, അല്ലേ? നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അത് വെറുതെ പറയുന്നതൊന്നുമല്ല. ഞങ്ങൾ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കാം, കാഴ്ചയിൽ ഡിഫറെൻ്റ് ആയിരിക്കാം, ഞങ്ങളുടെ ഡ്രസ് കോഡ് ഡിഫറെൻ്റ് ആയിരിക്കാം, ഞങ്ങളുടെ ലാംഗ്വേജ്, ഞങ്ങളുടെ ഭാഷ വ്യത്യസ്തമായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ഞങ്ങൾ എല്ലാവരും ഭാരതീയരാണ് എന്നതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അഭിമാനിക്കുന്നവരാകണം നമ്മളെല്ലാവരും. ഇത് നമ്മുടെ വരും തലമുറയ്ക്കും കൈമാറ്റം ചെയ്യേണ്ട ഒരു വലിയ ഒരു മെസ്സേജാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കുറേ കുട്ടികൾ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, കൃഷ്ണകഥകൾ കേൾക്കാറുണ്ട്. എത്രത്തോളം കൃഷ്ണകഥകൾ അവരിലേക്ക് എത്തുന്നു അത്ര തന്നെ ദേശത്തിൻ്റെ കഥകളും അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ അമ്മമാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇത് എൻ്റെയും കൂടി ഒരപേക്ഷയാണ് കേട്ടോ. ഇനി ഭാരതദേശത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെടുന്ന ഇന്നത്തെ ന്യൂഡൽഹി, എല്ലാ കാലത്തും ഭാരതത്തിൻ്റെ തലസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ദ്രപ്രസ്ഥമായിരുന്നു. അന്നും അതെ, ഇന്നും അതെ, എല്ലാ കാലത്തും. എത്രയോ ആക്രമണങ്ങൾ നേരിട്ടവരാണ് നമ്മൾ, അല്ലേ? മുഗളന്മാരുടെ ആക്രമണം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ആക്രമണം ഉണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുടെ ആക്രമണം ഉണ്ടായിരുന്നു. അനേകം വിദേശികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭരിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു ജനത അവിടെ നിന്നൊക്കെ ആ സംസ്കാരത്തിലേക്ക് മാറിപ്പോകാതെ തൻ്റേതായ ഒരു സംസ്കാരം ഇന്നും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. ഇന്നും അതിൽ മാറ്റം വരുത്താതെ മുറുകെ പിടിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അതിൽ ഘടകവിരുദ്ധമായിട്ടുള്ളവരുണ്ടായിരിക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം. അവരെ കൂടി നമ്മുടെ ഈ ഒരു ഭാരതദേശത്തിൻ്റെ മാഹാത്മ്യവും ദേവഭൂമിയാണ് ഭാരതദേശം എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം, അല്ലേ? ജഡഭരതൻ്റെ കഥ, അതായത് ഈ ഭരത മഹാരാജാവിൻ്റെ കഥ ഇനിയും ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഈ ഭരത മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യഭാരങ്ങളെല്ലാം പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ച് അച്ഛൻ്റെ വഴിയെ തന്നെ സന്യാസം സ്വീകരിച്ച് അങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ആ സന്യാസ ജീവിതത്തിൽ കുറേ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒന്നിലും സംഘം വരാതെ ഭഗവാനിൽ ലയിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹം ഒരു ദിവസം സന്ധ്യാവന്ദനത്തിന് പോയ സമയത്ത് അവിടെ ഒരു മാൻ, ഗർഭിണിയായൊരു മാൻ സിംഹത്തിനെ പേടിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. വെള്ളത്തിൽ വെച്ച് മാൻകുഞ്ഞിനെ പ്രസവിച്ച് ആ മാൻപേട മരിച്ചുപോയി. ഈ മാൻകുഞ്ഞിന് ആരും ഇല്ലാതായില്ലോ എന്ന് കരുതി ഈ ഭരതൻ ആ മാൻപേടയെ എടുത്ത് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് അതിന് വേണ്ട ശുശ്രൂഷകളെല്ലാം നൽകി. ഇതുവരെ നല്ല കാര്യം. എന്നാൽ ഇതിന് ശേഷം സംഭവിച്ച ഒരു അപകടം എന്താണെന്നറിയോ? പതിയെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഈശ്വര ചിന്ത അകന്നുകൊണ്ട് മാനിൻ്റെ ചിന്ത കൂടുതലായി നിൽക്കാൻ തുടങ്ങി. മാൻ ഉറങ്ങിയോ, മാനിന് അപകടമൊന്നുമില്ലല്ലോ, അതിന് വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചോ, ഇങ്ങനെ എപ്പോഴും മാനിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് മാൻ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയേണ്ടി വന്നതുകൊണ്ട് തന്നെ അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിനൊരു മാനായി ജനിക്കേണ്ടി വന്നു. ആ മാനായി ജനിച്ച സമയത്തും അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിൽ ചെയ്തു വെച്ച സുഹൃതം കൊണ്ടും സത്സംഗം കൊണ്ടും അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിനെ കുറിച്ച് ഒരു ബോധോദയമുള്ള ആളായി. അതുകൊണ്ട് തന്നെ മറ്റു മാനുകളുടെ കൂടെ സംഘം ചേരുന്നതിന് പകരം ആശ്രമ പരിസരത്ത് തനിയെ മാറി നിൽക്കാൻ തുടങ്ങി ഈ മാൻ. അങ്ങനെ ആ മാനിൻ്റെ ജന്മം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു സംഘവും ഇല്ലാതെ ഇരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്തതായിട്ട് വീണ്ടും മനുഷ്യജന്മം കിട്ടി. മനുഷ്യജന്മം കിട്ടിയപ്പോൾ അനേകം സഹോദരന്മാർക്ക് ഒരു സഹോദരനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ഒന്നിനോടും സംഘം വരാതിരിക്കാൻ, അപ്പോഴും അദ്ദേഹത്തിന് ആ പൂർവ്വജന്മത്തിൻ്റെ സ്മരണയുള്ളതുകൊണ്ട് ഒന്നിനോടും സംഘം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു? ആരോടും മിണ്ടില്ല. അപ്പോൾ അദ്ദേഹം ഊമയാണെന്ന് കരുതി, ഒന്നിനോടും റിയാക്ട് ചെയ്യില്ല, അതുകൊണ്ട് അദ്ദേഹം മണ്ടനാണ് എന്ന് കരുതി. പക്ഷെ ആര് കരുതിയാലും കുഴപ്പമില്ല, ഈ ജന്മം കൊണ്ട് എനിക്ക് എൻ്റെ ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കണം എന്ന് കരുതി അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം എന്താ പറയുക, ഊമയായും മിണ്ടാതെയും തൻ്റെ സഹോദരങ്ങളുടെ ആ ഒരു കളിയാക്കലിനോ അല്ലെങ്കിൽ നാട്ടുകാരുടെ കളിയാക്കലിനോ ഒന്നിനും ഒരു വില കൊടുക്കാതെ അദ്ദേഹം ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ജന്മത്തിലെ അദ്ദേഹത്തിൻ്റെ പാരൻസൊക്കെ മരിച്ചതിന് ശേഷം ഈ സഹോദരന്മാരെല്ലാവരും കൂടി ഇദ്ദേഹത്തിനെ എന്താ പറയുക, വലിയ സ്വത്തും വകകളും ഭാരങ്ങളും ഒന്നും കൊടുക്കാതെ ഇദ്ദേഹത്തിനെ ഈ വയലുകളൊക്കെ പന്നി വന്ന് കടിക്കാതിരിക്കാനൊക്കെയായി ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഇതാക്കാനായിട്ട് അദ്ദേഹത്തിനെ അതിന് കാവലിരുത്തി. അദ്ദേഹം ആരോടും മിണ്ടില്ല, കാവലിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിനെ കുറച്ച് കള്ളന്മാർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി. എന്തിനാ പിടിച്ചുകൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ഈ കള്ളന്മാർക്ക്
ഒരു അവരുടെ അടുത്ത എന്താ പറയുക, കുറ്റം ചെയ്യുന്നതിന് മുൻപ്, കള്ളത്തരം കാണിക്കുന്നതൊക്കെ കുറ്റകരമാണല്ലോ. ഈ കള്ളം ചെയ്യുന്നതിന് മുൻപ് കാളി ദേവിയുടെ മുമ്പിൽ ബലി കൊടുക്കാൻ, ഒരു നരബലി കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ ദുഷ്ടരായ അവരെ പിടിച്ചുകൊണ്ടുപോയി. മുമ്പേ പിടിച്ചുകൊണ്ടുപോയ ആളെ എങ്ങനെയോ ചാടി രക്ഷപ്പെട്ടതാണ്. ആ സമയത്താണ് ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹം ഒന്നും മിണ്ടില്ലല്ലോ അപ്പോഴും അദ്ദേഹം മിണ്ടിയില്ല. എന്നിട്ട് കാളിയുടെ വലിയ രൂപമൊക്കെ വെച്ച് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ ചുറ്റും നിന്ന് കാളിക്ക് ബലി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഈ ജഡഭരതൻ കാളി ദേവിയെ ഒന്ന് നോക്കിയിട്ട്, അമ്മയുടെ ഇഷ്ടം ഇതാണോ, എന്നാൽ ഇത് തന്നെ നടക്കട്ടെ എന്ന് കരുതി കണ്ണടച്ച് ഭഗവാനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ഒടുക്കം സാക്ഷാൽ കാളി ദേവി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കള്ളന്മാരെ എല്ലാം വേണ്ട വിധം നിഗ്രഹിച്ചു അദ്ദേഹത്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് ഒരു രഘുഗുണൻ എന്ന രാജാവിനെ കാണാനിടയായി. രാജാവിനെ പല്ലക്കിൽ എങ്ങോട്ടോ പോവുമായിരുന്നു. അപ്പോൾ പല്ലക്ക് ചുമക്കുന്നതിൽ ഒരാൾക്ക് വയ്യാതായപ്പോൾ 3 പേരായി. 4മതൊരാളും കൂടി വേണം. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല അരോഗദൃഢഗാത്രനായിട്ടുള്ള ഭരതനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ കൂട്ടി. അങ്ങനെ ഭരതൻ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇവർ 4 പേരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഭരതൻ എപ്പോഴും താഴെ നോക്കും. എന്താണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത പാദം വയ്ക്കുമ്പോൾ അവിടെ ഒരു ചെറിയ തരത്തിലുള്ള പ്രാണിയോ ക്ഷുദ്രജീവികളോ ഒന്നും തന്നെ ഉണ്ടാവരുത്, അത് എൻ്റെ ഈ പാദസ്പർശം കൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതി, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ എന്ന് പറയില്ലേ, അങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. ഈ പല്ലക്ക് ഇങ്ങനെ ആടിക്കളിക്കുകയാണ്, തനിക്ക് എന്താണ്, താൻ എന്തിനാണ് ഇങ്ങനെ താഴെ നോക്കി നടക്കുന്നത്, എന്താണ്, തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ന് പറയുന്നത് ഈ മനുഷ്യൻ, ഈ ശരീരമല്ലല്ലോ, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. എൻ്റെ ആത്മാവിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, ബുദ്ധിമുട്ടിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി. ആദ്യമായിട്ട് ജഡഭരതൻ സംസാരിക്കുകയാണ് കേട്ടോ. ജഡഭരതൻ എന്ന പേര് വരാൻ കാരണം അദ്ദേഹം സൈലൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട്, ജഡത്തിനൊക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന അവസ്ഥ എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജഡൻ എന്ന് പേര് വന്നത്. പക്ഷെ അദ്ദേഹം ഭരതനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ വലിയ ജ്ഞാനിയാണ് എന്ന് രാജാവിന് മനസ്സിലാവുകയും രാജാവ് അദ്ദേഹത്തിനെ നമസ്കരിച്ചുകൊണ്ട് തനിക്ക് ആ ജ്ഞാനം പകർന്നു തരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ രഘുഗുണ മഹാരാജാവിന് ഗംഭീരമായിട്ട് ജ്ഞാനോപദേശം ചെയ്യുന്ന ഭാഗമൊക്കെ ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ കാണാൻ സാധിക്കും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭാരതദേശത്തിൻ്റെ പൂർവ്വചരിത്രം എന്ന് പറയുന്നത്. ഭാരതം എന്ന പേര് വരാനുള്ള കാരണം പറയുന്നത് കേട്ടോ. പലരും ശാകുന്തളത്തിലെ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ അല്ല, ഈ ഒരു ഭരതൻ, നാഭി മഹാരാജാവിൻ്റെ ആ പരമ്പരയിൽപ്പെട്ട ഋഷഭദേവൻ്റെ പുത്രനായിട്ടുള്ള ഭരത മഹാരാജാവ് ഭരിച്ചതുകൊണ്ടാണ് ഈ ദേശത്തിന് ഭാരതം എന്ന പേര് വന്നത് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭരതൻ്റെ കഥ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. ഓക്കെ. സവിത, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതു വന്ന നാരായണീയം ബുക്ക് ബാഗിൽ വെച്ചിരുന്നു. പക്ഷെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് കാണാനില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്തെങ്കിലും ദോഷം കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത് എന്നൊന്നും മറുപടി തരുമോ എന്നാണ് രഞ്ജിനി സുരേഷ് എന്ന ഭക്ത ചോദിച്ചത്. നാരായണീയം വായിക്കാനുള്ള സമയമായിട്ടില്ല എന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് ആ രീതിയിൽ ഒന്നും എടുക്കണ്ട. മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണല്ലോ, മെസ്സേജ് ഇടാൻ അറിയുന്ന ആളാണ്. പല അമ്മമാരും പറയാറുണ്ട്, എനിക്ക് കമൻറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് മോളെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പം അതൊന്നും രഞ്ജിനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ നാരായണീയം ഗൂഗിളിൽ പോയിട്ട് നാരായണീയം മലയാളം PDF എന്ന് പറഞ്ഞാൽ അത് ഡൗൺലോഡിങ് ഫോർമാറ്റിൽ വരും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് മൊബൈലിൽ നാരായണീയം ആദ്യം വായിച്ചു നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർക്ക് ഇനിയും വരുന്ന സമയത്ത് നാരായണീയം വാങ്ങിച്ചോളൂ. നമുക്ക് ചില തടസ്സങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ഒന്ന് നോക്കുകയാണ്. നമ്മൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ ചില ആൾക്കാരെയും ചില ബന്ധുക്കളെയൊക്കെ കാണും. അവരോട് നമുക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം നമ്മൾ നല്ല തിരക്കില്ല, അവരോട് സംസാരിക്കാൻ നിന്ന സമയം പോകും. അപ്പോൾ എന്താ നമ്മളിങ്ങനെ അവരെ പിന്നിൽ ചെന്ന് ഓടിച്ചെന്ന് ഇപ്പോഴാണ് വന്നതെന്ന് ചോദിക്കണതിന് പകരം അവരങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതി നമ്മൾ കുറച്ചൊന്ന് പതുക്കിയാക്കും അല്ലേ. അത് അവരോടുള്ള ഇഷ്ടക്കേടുകൊണ്ടല്ല, തൽക്കാലം നമുക്ക് കുറച്ച് സമയക്കുറവുണ്ട് എന്ന രീതിയിൽ പോകാറുണ്ട്. ഇതുപോലെ ഒരു കള്ളത്തരം കാണിക്കലുണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇടയ്ക്ക്. നീ ഇങ്ങനെ നാരായണിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഇരിക്കേണ്ടി വരില്ലേ, അപ്പോൾ നീ അടുത്ത പ്രാവശ്യം വായിച്ചാൽ പോരെ എന്ന് ചോദിക്കുക. അപ്പോൾ ഭഗവാനോട് പറയാം, ഭഗവാൻ എന്നെ വിട്ട് പോകണ്ട,
ഞാൻ നാരായണീയം വായിക്കേണ്ട ചെയ്യും. അങ്ങനെ പറഞ്ഞാലോ? അപ്പോൾ ഭഗവാനും സന്തോഷമാവും അല്ലേ? ഞാൻ എന്നാ പോണില്ല, ഇവിടെ തന്നെ ഇരിക്കാമെന്ന് ഉണ്ണികൃഷ്ണനും തീരുമാനിക്കും. അതുകൊണ്ട് ഭയപ്പെടാനൊന്നും വേണ്ട, നെഗറ്റീവായിട്ട് ചിന്തിക്കേ വേണ്ട. ഒരു നാരായണീയം വാങ്ങാൻ അടുത്ത തവണ തരാവട്ടെ. അതിന് മുൻപായിട്ട് മൊബൈലിൽ നാരായണീയം ഡൗൺലോഡ് ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് ഷീജ എന്ന ഭക്തയാണോ അത് ചോദിച്ചിരിക്കുന്നത്. സരിത, നാലമ്പലം ടെമ്പിൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈമിങ്സ് പറയാമോ? ഈവനിങ് ടൈം നാലമ്പലം തൊഴാൻ സാധിക്കുമോ? നാലമ്പലം തൊഴുത് കഴിഞ്ഞാൽ വീണ്ടും തൃപ്രയാർ ഒന്നുകൂടി ദർശനം നടത്തണോ? ചിങ്ങം 1 ഗുരുവായൂർ അമ്പലത്തിൽ എന്തെങ്കിലും പ്രത്യേക പൂജകളുണ്ടോ? ചിങ്ങം 1 നിർമ്മാല്യം ക്യൂ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഭഗവാനെ കളത്തിലടച്ചത് കുറൂരമ്മയല്ലാതെ ദധിപാണ്ഡൻ എന്നൊരു വ്യക്തി കൂടിയുണ്ടോ? ആ സ്റ്റോറി പറയാമോ? ദധിപാണ്ഡൻ്റെ കഥയൊന്നും എനിക്ക് ആചാര്യൻ പറഞ്ഞതായിട്ട് ഓർമ്മയിലില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഒക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറയാം. ഇനി നാലമ്പലം വൈകുന്നേരം തൊഴാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട് ചോദിച്ചാൽ, ഈ രാവിലെ തന്നെ തുടങ്ങിയാലേ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. വൈകുന്നേരം തുടങ്ങുക എന്ന് പറയുമ്പോൾ അധിക നേരം അടച്ചിരിക്കലൊന്നും ഇല്ല കേട്ടോ എല്ലായിടത്തും, ഇപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രം. എന്നാലും നമ്മളൊരു 3 മണിക്കൊക്കെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൊക്കെ തുടങ്ങേണ്ടി വരും. എന്നാലേ നമുക്ക് എല്ലായിടത്തും ഒരു 1.5 മണിക്കൂർ ഡിഫറൻസൊക്കെ എല്ലായിടത്തും ഇല്ലേ. പിന്നെ ഈ പോയാൽ അവിടെ വരിയുണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട് തൊഴുതു വരുമ്പോഴേക്കും ഏതെങ്കിലും നട അടയ്ക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇതായിരിക്കും ബെറ്റർ, രാവിലെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ ഒന്നും കൂടി വന്ന് തൊഴേണ്ടത് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം. ഇനി ചിങ്ങം 1 ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അന്ന് വൈകുന്നേരം ഐശ്വര്യ വിളക്ക് സമർപ്പിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ദേവസ്വത്തിൻ്റെ കീഴിൽ നടക്കുന്നതല്ല അത്. അപ്പോൾ അത് നമുക്ക് ഷീട്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഐശ്വര്യ വിളക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ നാളെ എൻ്റെ വീഡിയോയിൽ പറയാം കേട്ടോ. നമസ്കാരം സതീശേഷി, എൻ്റെ മോൾക്ക് ഹെർണിയയുടെ പ്രശ്നമുണ്ട്. മോൾക്ക് 3 വയസ്സായി. ഡോക്ടറെ കാണിച്ചപ്പോൾ 3 വയസ്സ് വരെ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സർജറി കൂടാതെ മാറാൻ ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? നിഷാദേവി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്യാം. മോൾക്ക് വേണ്ടിയിട്ടാണ്, ഇത് മാറാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് ചെയ്യാം കേട്ടോ. രോഗശാന്തിക്കായിട്ട് കാളിയമർദ്ദനം കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കാറുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ആദ്യം മനസ്സിൽ എന്താണോ വരുന്നത് അത് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് റിസ്റ്റി അരുൺ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് തിരിച്ചറിയാൻ എങ്ങനെയാണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ഗുരുവായൂരപ്പനെ ഭജിക്കേ വേണ്ടൂ. ബാക്കി നമ്മളുടെ ലൈഫിൽ എങ്ങനെ എന്താവണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പൂർണ്ണമായിട്ടും ഗുരുവായൂരപ്പനാണ്. അദ്ദേഹം അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിലാക്കി നമ്മളെ കൊണ്ട് നടത്തുക തന്നെ ചെയ്യും കേട്ടോ. അതാണ് ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. നമ്മൾ എന്തു ചൊല്ലി പ്രാർത്ഥിക്കണം എന്നില്ല. ഗുരുവായൂരപ്പനാണ് എൻ്റെ സർവസ്വവും, അങ്ങ് എന്നെ നയിക്കണം എന്ന് മാത്രമേ പ്രാർത്ഥിക്കണ്ടൂ. ബാക്കി എല്ലാം അദ്ദേഹത്തിന് വിട്ടുകൊടുത്തോളൂ. അദ്ദേഹം നമ്മളെ എവിടെയൊക്കെ എത്തിക്കുന്നുള്ളത് പറയാൻ നമുക്ക് പറ്റില്ല. ഇതിലും വലിയ അനുഗ്രഹം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയില്ലേ, അതാണ് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം. സ്വപ്നത്തിൽ പോലും ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവില്ല. അതിനുദാഹരണം ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ബന്ധുക്കളോട് പോലും സംസാരിക്കാത്ത ഒരാളാണ്. എൻ്റെ ബന്ധുക്കൾക്കൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും 2 മക്കളുള്ളതായിട്ടേ അറിയുള്ളൂ. സരിതയെ അറിയാം, ഹരിയെ അറിയാം എന്ന് പറയുന്ന ആർക്കും സവിതയെ അറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളുണ്ട് എന്നുള്ളത്, എൻ്റെ അച്ഛൻ്റെ കൂടെ എന്നെ കണ്ടാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ അതേപോലെ ഞാൻ. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഒരാളെ എല്ലാവരും മറന്നുപോകും. ഞാനൊരു സൈലൻറ്റ് മെമ്പറാണ് എല്ലായിടത്തും. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ എന്നും വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്നെ ഇത്രയധികം അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളൂ. എനിക്ക് കഥ പറയാൻ അറിയാം എന്നെനിക്കറിയില്ല. എനിക്കിഷ്ടമാണെന്ന് എനിക്കറിയാം കഥ പറയാൻ. പക്ഷേ കഥ പറയാൻ അറിയും എന്നെനിക്കറിയില്ല. എനിക്ക് സംസാരിക്കാൻ അറിയും എന്നെനിക്കറിയില്ല. ഇപ്പോഴും ഞാനിതിലൊക്കെ പെർഫെക്റ്റാണ്, എക്സ്പേർട്ടാണ് എന്നല്ല കേട്ടോ പറയണേ. പക്ഷേ ഇങ്ങനൊരു എന്താ പറയുക, ഇങ്ങനൊരു ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ ഭഗവാൻ തന്നെയാണ് കാരണം. ശ്രീ ഗുരുവായൂരപ്പൻ അതിന് തക്കതായ ആളുകളെ നമ്മുടെ കൂടെ കൊണ്ടുവരികയും കൂടി വേണം കേട്ടോ. ഇതൊക്കെ എനിക്ക് പറയാനറിയാം. ഞാൻ ഇല്ലത്തെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ഭർത്താവ് തീരുമാനിക്കണമെന്ന് വെച്ചാൽ അതവിടെ കഴിയും അല്ലേ.
പക്ഷേ എന്നോടൊപ്പം നിന്ന് അല്ലെങ്കിൽ എന്നേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് എന്നെ ഇതിന് നയിക്കുന്ന ഒരു പ്രേരക ശക്തിയെ കൂടി ആയി അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതും എൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇന്നതാവാൻ വേണ്ടി നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണ്ട. ഗുരുവായൂരപ്പ നേരെയാക്കി തരണേന്നും മാത്രമേ പ്രാർത്ഥിക്കേണ്ടൂ. എങ്ങനെയെങ്കിലും ഗുരുവായൂരപ്പൻ അത് കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ റിസ്റ്റി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് സവിത, കുറച്ച് വലിയ കുട്ടികൾ, അതായത് ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടി വിരൽ ചപ്പുന്ന സംഭവം എങ്ങനെയാണ് മാറ്റേണ്ടത്? ഇതിന് എന്തെങ്കിലും വഴിപാടുണ്ടോ ഗുരുവായൂരപ്പന് ചെയ്യാൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കൂ, ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ മാത്രം വരുന്ന അസുഖങ്ങളാണ്. കോമൺ ആയിട്ട് ഇപ്പോൾ ഷുഗർ വന്നാൽ എന്താ ചെയ്യുക, പ്രഷർ വന്നാൽ എന്താ ചെയ്യുക, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുവിധം രണ്ടിലൊരാൾക്കെന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിലല്ലാതെ റെയറായിട്ട് എന്തെങ്കിലും ജോലി, ഇപ്പോൾ മുട്ടുവേദനയ്ക്ക് എന്താ വേണ്ടത്? എല്ലാവർക്കും മുട്ടുവേദനയുണ്ട്, മുട്ടുവേദന ഇല്ലാത്തവരില്ല അല്ലേ. അപ്പോൾ അതേപോലെ കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഇന്നത് ചെയ്തോളൂ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മുൻകാലത്തിലുള്ള ആൾക്കാർ പൂർവികർ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇങ്ങനെ പേഴ്സണലി ഉള്ളതിന് എനിക്കൊന്നും പറയാനറിയില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ വഴിപാട് ചെയ്തിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. അതിപ്പോൾ ഒരു പാൽപ്പായസമായാലും മതി, അതിപ്പോൾ ഒരു വെണ്ണയായാലും മതി. എന്താണോ നിങ്ങളുടെ മനസ്സിൽ നാമം ചൊല്ലിയിട്ട് ആദ്യം വരുന്നത് അത് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഗുരുവായൂരപ്പനോട് പറയൂ, ഉണ്ണീ കൃഷ്ണ ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കേ വേണ്ടൂ കേട്ടോ. അതല്ലാതെ ഇന്ന കാര്യത്തിന് ഇന്നത് എന്ന് പറയേ ചെയ്യണ്ട. അപ്പോൾ സവിത കുറേ കാര്യത്തിന് പറയാറില്ലേ ചോദിച്ചാൽ, ആ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ പലരും ചെയ്ത് കാണുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ കോമൺ അല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ പറഞ്ഞുകൊണ്ട് സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വദുഃഖവിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ത്വൽ പ്രസാദായ ഭൂയാൽ ത്വൽ പ്രസാദായ ഭൂയാൽ.